നമസ്തേ മമ പ്രിയ ഛാത്രാഹ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണെന്ന് നോക്കാം. ടിപ്പണിയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് നോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ലഘു ടിപ്പണി എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ടാണ്. ടിപ്പണി എന്ന് പറഞ്ഞാൽ നോട്ട് എന്നുള്ള അർത്ഥം, ഒരു ഉപന്യാസം എന്നുള്ള അർത്ഥം തന്നെ കേട്ടോ. അപ്പം എസ്സേ എന്നാണ് പറയാ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു പാഠമാണ് അല്ലെ, ഗദ്ദിക എന്ന് പറയുന്ന ഒരു പാഠം പഠിക്കാനുണ്ട് അല്ലെ. ഗദ്ദികയെ കുറിച്ച് ഒരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠത്തിൽ വരും ഒരു ക്വസ്റ്റ്യൻ, ഗദ്ദികാം അധികൃത്യ ലഘു ടിപ്പണിയും ലിഖിതാൽ. ഗദ്ദികയെ കുറിച്ചിട്ട് ഒരു ലഘു ടിപ്പണി, ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾക്ക് സൂചനകളും പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്ന സൂചനകൾ നിങ്ങൾക്ക് തരും. അതിന്റെ ആശ്രയത്തോടെ നിങ്ങളൊരു ടിപ്പണിയാക്കിയിട്ട് മാറ്റണം. നമുക്ക് നോക്കാം. കലാരൂപാണി, കലാരൂപങ്ങള്. ഗദ്ദികായാഹ ഭേദവും, ഗദ്ദികയ്ക്ക് എത്ര ഭേദങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ചേർക്കാം. ലക്ഷ്യാണി, എന്താണ് ഈ ഗദ്ദിക കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചേർക്കാം. വാദ്യോപകരണാനി ഏതൊക്കെയാണ് എന്ന് ചേർക്കാം. ഏതൊക്കെ ഉപകരണങ്ങളാണ്, വാദ്യോപകരണങ്ങളാണ് ഈ ഗദ്ദികയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചേർക്കാം. എന്നൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു എസ്സേ എഴുതുന്നത് എന്ന് നോക്കാം. ശരി, ഗദ്ദിക. നമ്മൾ ആദ്യം ഒരു ടിപ്പണി എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോപ്പിക് കൊടുക്കണം അല്ലെ. ഗദ്ദിക എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾക്ക് ഏത് വിഷയത്തിനെ കുറിച്ചാണോ ഉപന്യാസം തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു ടിപ്പണി എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പം ആ ഒരു ടോപ്പിക് തന്നെ, ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ആ പ്രധാനപ്പെട്ട ആ ടോപ്പിക് തന്നെ നമ്മൾ മുകളിൽ എഴുതി കൊടുക്കണം. പരീക്ഷ പേപ്പറിൽ നിങ്ങൾ മുകളിൽ എഴുതുക ഗദ്ദിക എന്ന് നല്ല വൃത്തിയിൽ കുറച്ച് വലുതാക്കി എഴുതി കൊടുക്കാം. എന്നിട്ടോ ശേഷം തുടങ്ങാം. പാരഗ്രാഫ് ആയിട്ട് വേണം തുടങ്ങാൻ, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കേരളദേശഃ വിഭിന്നൈഹി കലാരൂപൈഹി സമ്പന്നഃ ഭവതി. എന്താണ് പറയുന്നത്? നമ്മൾ ഈ കേരളദേശം പലതരത്തിലുള്ള കലാരൂപങ്ങളാൽ സമ്പന്നമാണ്, ശ്രേഷ്ഠമാണ്, അത്രയും വലുതായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കേരളം പലതരത്തിലുള്ള കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എന്ന് പറയുന്നു. തെയ്യം, പടയണി, തുള്ളൽ, കഥകളി. ഇത് മാത്രാണോ? അല്ലല്ലേ, ഒരുപാട് കലാരൂപങ്ങളുണ്ട് അല്ലെ. നമുക്ക് കേരളത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അതിൽ കുറച്ചെണ്ണം മാത്രമേ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളൂ. തെയ്യമുണ്ട്, പടയണിയുണ്ട്, തുള്ളലുണ്ട്, കഥകളി. ഇതൊക്കെ ഈ കലാരൂപങ്ങളൊക്കെ ഇത്യാദീനി പ്രസിദ്ധാനി കലാരൂപാണി, തുടങ്ങിയ പ്രസിദ്ധമായ കലാരൂപങ്ങൾ ഉണ്ട്. ഭവന്തി ഉണ്ട്. ഇത്രയും കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ. തേഷു അന്യതമം കലാരൂപം. ഇതിൽ അന്യതമം മറ്റൊരു കലാരൂപമാണ് ഗദ്ദിക. നമ്മുടെ ഗദ്ദിക വന്നു കേട്ടോ. നമ്മുടെ മറ്റൊരു കലാരൂപമാണ് ഗദ്ദിക എന്ന് പറഞ്ഞു. ഏകം ഗോത്ര കലാരൂപം ഭവതി ഗദ്ദിക. അടുത്ത പോയിന്റ് ആണ്, ഒരു ഗോത്ര കലാരൂപമാണ് ഗദ്ദിക. വെറും ഒരു കലാരൂപമല്ല, അതൊരു ഗോത്രകലയാണ് എന്ന് പറയുന്നു. വയനാട് ദേശേ, എവിടെയാണ് ഈ ഗദ്ദിക? വയനാട് ദേശത്തിലാണ് കേട്ടോ. വയനാട് ദേശത്തില് അടിയ സമുദായത്തിലുള്ളവര് പ്രചാല്യമാനം നടത്തുന്ന, അവിടെ നടക്കുന്ന, അടിയ സമുദായത്തിൽ നടത്തുന്ന ഒരു ഗോത്ര കലാരൂപമാണ് ഗദ്ദിക എന്നാണ് പറയുന്നത്. ഗദ്ദിക ദ്വിവിധ. എന്താ പറയുന്നത്? ഗദ്ദിക 2 വിധത്തിലാണുള്ളത്. അപ്പം നിങ്ങളോട് ചോദിക്കും, പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഗദ്ദിക കതിവിധ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ദ്വിവിധ എന്ന് എഴുതണം. 2 തരത്തിലാണ് ഗദ്ദികയുള്ളത്. ഏതാണ്? നാട്ടുഗദ്ദിക, പൂജാ ഗദ്ദിക എന്നിങ്ങനെ 2 തരത്തിലാണ് ഗദ്ദികയുള്ളത് എന്ന് പറഞ്ഞു. അസ്യ കലാരൂപസ്യ അനുഷ്ഠാനേന. ഈ കലാരൂപത്തിന്റെ അനുഷ്ഠാനം കൊണ്ട്, ഈ കലാരൂപം അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്നുള്ള അർത്ഥം. ഈ കലാരൂപം അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു കലാരൂപം അനുഷ്ഠിക്കുമ്പോൾ രോഗശമനം, അർത്ഥനിവാരണം എന്നാണ് പറയുന്നത്. രോഗം എന്താവും? രോഗം ഇല്ലാതാവും എന്നാണ് പറയുന്നത്. രോഗം ശമിക്കും എന്നാണ്. പിന്നെന്താണ്? രോഗശമനവും അർത്ഥനിവാരണവും എന്നാണ്. അനർത്ഥ നിവാരണം എന്നാണ് പറയുന്നത്. അനർത്ഥ നിവാരണം എന്ന് പറഞ്ഞാല് അപകടങ്ങളൊക്കെ ഇല്ലാതിരിക്കുക എന്നാണ് പറയുന്നത്. ഇല്ലാതാവും, അനർത്ഥങ്ങളൊക്കെ ഒഴിഞ്ഞു മാറും എന്നാണ് പറയുന്നത്. ഇതൊക്കെ സാധ്യമാകും എന്നാണ് അവരുടെ വിശ്വാസം. ആ അടിയ സമുദായത്തിലുള്ള ഗോത്ര കലാരൂപമായിട്ടുള്ള ഈ ഗദ്ദിക അവതരിപ്പിക്കുന്നവരുടെ വിശ്വാസമാണ് ഇത്. ഈ അനർത്ഥ നിവാരണം, ഈ അപകടങ്ങളൊക്കെ, അനർത്ഥങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കി മാറ്റും. അതുപോലെ തന്നെ രോഗങ്ങൾ ഇല്ലാതാക്കി മാറ്റും എന്നുള്ളത് 2 വിശ്വാസങ്ങളാണ് അവർക്കുള്ളത് കേട്ടോ. എന്തൊക്കെയാണ്?
രോഗശമനമാണ്, ഒന്ന് അനർത്ഥ നിവാരണവുമാണ് എന്നാണ് പറയുന്നത്. ലളിതേഹി വർണ്ണമനോഹരേഹി, ലളിതവും വർണ്ണമനോഹരവുമായിട്ടുള്ള വേഷേഹി, വേഷങ്ങൾ കൊണ്ട് അലങ്കൃതാഹ സ്ത്രീയ, അലങ്കരിച്ചിട്ടുള്ള സ്ത്രീകള്, സ്ത്രീവേഷധാരിണഃ പുരുഷാഹ, സ്ത്രീവേഷം ധരിച്ചിട്ടുള്ള പുരുഷന്മാരും മിളിത്വാ നൃത്യന്തി, അവരും ഒന്നിച്ചാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്, അവരതില് നൃത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവര് ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നൃത്യന്തി എന്നാണ്. പുരുഷാഹ വാദ്യോപകരണാനി ഉപയുജ്യ ഭാഷയാ രചിതാനി ഗീതകാനി ആലപന്തി. എന്താ പറയുന്നത്? വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, ഉപയുജ്യ ഗോത്രഭാഷയ, ഏതു ഭാഷയാലാണ്? ഭാഷയാൽ രചിച്ചിട്ടുള്ള ഗീതകാനി, ഗീതങ്ങളൊക്കെ ആലപന്തി, എന്ത് ചെയ്യുന്നു? ആലപിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു നൃത്തം നടക്കുന്ന സമയത്ത് ഏത് ഭാഷയിലാണ്? ഒരു ഗോത്രഭാഷ, അവർക്കൊരു ഭാഷ ഉണ്ട്, മലയാളവും കന്നഡയും കലർന്നിട്ടുള്ള ഒരു ഭാഷയുണ്ട് അല്ലെ, ആ ഒരു ഭാഷയിലാണ് അവര് ഗീതങ്ങൾ എഴുതിയിട്ടുള്ളത്. അത് അവര് ആ ഭാഷയിലാണ് പാടുന്നതും. തുടി, ഇനി ശ്രദ്ധിക്കുക, തുടി, ചീനി. തുടി എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, വാദ്യോപകരണമാണ്. ആ ഉപകരണവും ചീനി എന്ന ഉപകരണവും ചേർന്നിട്ടാണ്, ആ ഒരു ഉപകരണങ്ങളും ചേർത്തിട്ടാണ് അവര് ആ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. തുടി, ചീനി ഇത്യാദീനി വാദ്യോപകരണാനി അസ്മിൻ കലാരൂപേ ഉപയുജ്യന്തി. ഈ ഒരു കലാരൂപത്തില് തുടിയും ചീനിയുമാണ് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നു. കേരള സർവകാര, അതായത് കേരള ഗവൺമെന്റ് ആണ് കേട്ടോ. കേരള ഗവൺമെന്റ് പ്രതിവർഷം, എല്ലാ വർഷവും ഗദ്ദികോത്സവം ആയോജയതി, ഗദ്ദികോത്സവം നടത്തുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കേരള സർക്കാർ എല്ലാ വർഷവും ഈ ഗദ്ദിക ഫെസ്റ്റ് എന്ന പേരിൽ അല്ലെങ്കിൽ ഗദ്ദികോത്സവം നടത്താറുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും സമ്പന്നമായ ഒരു കേരളമാണ് നമ്മുടെ ഈ കേരള ദേശം എന്നാണ് പറയുന്നത്. ഈ ഗദ്ദിക പോലെയുള്ള കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ദേശം എന്നാണ് പറഞ്ഞത്. ഈ ഒരു ടിപ്പണി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. ഫുൾ മാർക്ക് 5 മാർക്കാണ് എസ്സേക്കുള്ളത്. 5 മാർക്കും നിങ്ങൾ വാങ്ങണം. എല്ലാവരും വാങ്ങിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. അപ്പം വീണ്ടും കാണാം. ധന്യവാദ.